കൊല്ലം തിരുമുല്ലാവാരത്തെ ബലിതർപ്പണ കേന്ദ്രത്തെ വരുമാനമാർഗം മാത്രമായി കാണാൻ അനുവദിക്കില്ല എന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. കഴിഞ്ഞ തവണ ബലിതർപ്പണ കേന്ദ്രത്തിലുണ്ടായത് വേദനാജനകമായ സംഭവങ്ങളാണ്. ദേവസ്വം ബോർഡ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നില്ല. കർക്കിടക വാവ് ദിനത്തിൽ തിരുമുല്ലാവാരത്ത് ബലിതർപ്പണ ചടങ്ങുകൾ സ്വന്തം നിലയ്ക്ക് നടത്താൻ ദേവസ്വം ബോർഡ് നീക്കം നടത്തുന്നുവെന്ന ജനം TV വാർത്തയിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുമുല്ലവാരത്തെ ബലിതർപ്പണ കേന്ദ്രത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായ സംഭവങ്ങൾ ഒക്കെ തന്നെ വളരെ വിഷമമുളാക്കുന്നതാണ്. അതായത് ബലിതർപ്പണത്തിനായി എത്തിയ നിരവധി പേരാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് കാരണം, അതോടൊപ്പം തന്നെ ബലി അർപ്പിക്കാൻ കഴിയാത്തത് കാരണം തിരികെ മടങ്ങേണ്ടി വന്നത്. അതിന് ഒരൊറ്റ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡ് തന്നെ സ്വന്തം നിലയിലാണ് ഈ ബലിതർപ്പണ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. വലിയ വിമർശനമായിരുന്നു ഉയർന്നു വന്നത്. എന്നാൽ ഇത്തവണയും അതേ ആവശ്യവുമായി ദേവസ്വം ബോർഡ് വന്നിരിക്കുകയാണ്. ഇത്തവണ സ്വന്തം നിലയിൽ, അതായത് അവിടെയുള്ള സാംസ്കാരിക സമിതികളെയും മറ്റ് ഉള്ളവരെയൊക്കെ മാറ്റി നിർത്തി സ്വന്തം നിലയിൽ നടത്തണമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം. പക്ഷേ കഴിഞ്ഞ വർഷം ഒരുപാട് പേർ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. നമ്മളോടൊപ്പം ചേരുന്നത് മന്ത്രി ബിന്ദുകൃഷ്ണയാണ്. കഴിഞ്ഞ ഈ ഒരു സമയത്ത് മന്ത്രി അടക്കം, അതായത് അന്ന് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ അവിടേക്ക് എത്തുമ്പോൾ വലിയ വിഷമകരമായിട്ടുള്ള സംഭവങ്ങൾ കാണേണ്ടി വന്നു. അത് അനുഭവിച്ച ഒരാൾ കൂടെയല്ലേ. അപ്പോൾ ഇത്തവണ വീണ്ടും ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ എന്താ തോന്നുന്നത്? ആചാരപ്രകാരം എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. എനിക്ക് ആചാരപരമായ ഏറ്റവും വിശ്വാസമാണ് കർക്കിടക ബാവ് ബലി എന്ന് പറയുന്നത്. എല്ലാ വർഷവും അമ്മ മരണപ്പെട്ട നാൾ മുതൽ ഞാൻ ബലിയിടാൻ തിരുമുല്ലവാരത്ത് പോകുന്ന ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വേദനാജനകമായ സംഭവമാണ് ഉണ്ടായത്. അന്ന് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ പ്രതിഷേധിച്ച് പ്രശ്നമുണ്ടാക്കിയാണ്. എന്നിട്ട് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി, ഇവിടുത്തെ ACP വിളിച്ചു വരുത്തി, അതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാണ് കുറച്ചെങ്കിലും പരിഹാരം അന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഇത്തവണ അതുണ്ടാകാൻ പാടില്ല, കുറ്റമറ്റ രീതിയിൽ. കാരണം പ്രാർത്ഥനാ നിർഭരമായാണ് ഓരോ വ്യക്തിയും അവിടെ എത്തുന്നത്. പിതൃമോക്ഷത്തിനായി, പിതൃക്കളുടെ ഓർമ്മയിൽ പൂജ ബലികർമ്മങ്ങൾ ചെയ്യുവാനാണ്. അത് പ്രശ്നങ്ങളില്ലാതെ സ്വച്ഛന്തമായൊരു അന്തരീക്ഷത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ മനുഷ്യർക്കും അതൊരു വിശ്വാസത്തിന് ഭാഗമായി തൃപ്തിയുള്ളൂ. അതിന് ഭംഗം വരുന്ന ഒന്നും ചെയ്യരുതെന്ന്, സാഹചര്യം ഉണ്ടാകരുതെന്നും ദേവസ്വം വകുപ്പിനോടും മന്ത്രിയോടും വകുപ്പിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകും. അതായത് അവിടെയുള്ള ഭക്തർക്ക്, അവിടെ എത്തുന്നവർക്ക് മറ്റ് ഒരു വിഷമകരമായിട്ടുള്ള സംഭവം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. ഇപ്പം ഞാൻ തന്നെ തൊട്ടടുത്ത ദിവസം മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറും മേയറും ഒക്കെ മീറ്റിംഗ് വിളിക്കുക, സ്ഥലമൊക്കെ ഇതിനോടകം സന്ദർശിച്ച് എൻ്റെ നേതൃത്വത്തിൽ തന്നെ മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. കുറ്റമറ്റ രീതിയിൽ കർക്കിടക വാവ് ബലി തിരുമുല്ലവാരത്ത് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യും. കേവലം ഒരു വരുമാനത്തിൻ്റെ മാർഗം മാത്രമല്ല, അതായത് ഒരുപാട് പേർ സ്വന്തം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരൊക്കെ ഭക്തിയോടുകൂടി എത്തുന്നതാണ്, അവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പൈസയൊന്നും നോക്കുന്നില്ല, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം മാത്രമാണ് അവിടെ വേണ്ടത്. തീർച്ചയായും അത് ഇത്തവണ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കും. തീർച്ചയായും കഴിഞ്ഞ തവണ ജനം TV ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അവിടെ എത്തിയ ഭക്തർ അനുഭവിച്ച ഒരു ദുരിതം, അവിടെയുള്ള ഭക്തരുടെ കണ്ണീര്, അതൊക്കെ നമ്മൾ വിഷ്വലിലൂടെയൊക്കെ കാണിച്ചതാണ്. എന്തായാലും ഇത്തവണ അത് ഉണ്ടാകാതെ ഇരിക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് അവിടെയുള്ള ഭക്തരൊക്കെയും. അത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനൊരു നീക്കം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നടത്തിയിരുന്നു. എന്തായാലും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണം അങ്ങനെയൊരു സംഭവം, അതായത് ഇത്തവണ ദേവസ്വം ബോർഡിന് സ്വന്തം നിലയ്ക്ക് നടത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു, അതേസമയം തന്നെ മന്ത്രി ഇക്കാര്യം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും. ദേവസ്വം ബോർഡിന് മാത്രമാണോ, അല്ലെങ്കിൽ സാംസ്കാരിക സമിതികൾക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും നടത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ബിജു പരവൂരിനൊപ്പം M. മനോജ്, ജനം.